ഇതുകൊണ്ടൊക്കെ ആയിരിക്കുമോ പഴമക്കാർ വിറകടുപ്പാണ് നല്ലതെന്ന് ഇപ്പോഴും പറയുന്നത്? കടലുകൾക്കപ്പുറം യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ തീ അണയുമെന്ന് ആരെങ്കിലും കരുതിയോ? പശ്ചിമേഷ്യയിലെ സംഘർഷം വെറും വാർത്തയല്ല, അത് നമ്മുടെ ഊണുമുട്ടിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. കേരളത്തിലെ ഹോട്ടലുകളും വീടുകളും ഇപ്പോൾ ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്: ഒരു സിലിണ്ടർ ഗ്യാസ്. സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഒരു സിലിണ്ടർ ഗ്യാസ് കിട്ടുക എന്നത് ലോട്ടറി അടിക്കുന്നത് പോലെയായി മാറിയിട്ടുണ്ട്. ഹോട്ടലുകളുടെ കാര്യം ശരിക്കും കഷ്ടമാണ്. വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാനില്ലാത്തതുകൊണ്ട് പലരും കച്ചവടം നിർത്തേണ്ടി വരുമോ എന്ന ആധിയിലാണ്. പല വമ്പൻ റെസ്റ്റോറന്റുകളിലും ഇപ്പോൾ വിറകടുപ്പുകൾ തിരിച്ചുവരികയാണ്. പണ്ട് നമ്മൾ ഉപേക്ഷിച്ച ആ പുകയും ചാരവും വീണ്ടും നമ്മുടെ അടുക്കളകളിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു പിന്നോട്ട് പോക്കല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ ഭൂരിഭാഗവും വരുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ലോകത്തിലെ എണ്ണ കപ്പലുകളുടെ 1/3 കടന്നു പോകുന്ന ഈ ചെറിയ വഴിയിൽ ഒരു തടസ്സം വന്നാൽ മതി നമ്മുടെ നാട്ടിലെ അടുക്കളകളിൽ പട്ടിണിയാകാൻ. ലോകം എത്രത്തോളം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഗ്യാസ് ക്ഷാമം. ഗാർഹിക സിലിണ്ടറുകൾക്കും ഇപ്പോൾ നിയന്ത്രണം വന്നതോടെ സാധാരണക്കാരായ നമ്മൾ എന്തു ചെയ്യും? ബുക്കിംഗ് ഡേറ്റ് കഴിഞ്ഞ് ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് ശരിക്കും ഒരു തലവേദന തന്നെയാണ്. ഈ പ്രതിസന്ധി എന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. വിദേശത്തെ യുദ്ധം നമ്മുടെ അടുക്കളയിലെ തീ കെടുത്തുന്ന ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ വീട്ടിലും ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് കിട്ടാൻ വൈകുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യൂ.